ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നു. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തെ നിത്യജീവനായി നിൽക്കുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരനെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു, പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനടിയിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ദാനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവിപോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുമാടിപ്പോകുന്നെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ കേൾപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം: ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിനും മനുഷ്യരായ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ജീവിച്ചിരിക്കുന്നവരെ മനുഷ്യരെ വിധിപ്പാൻ തന്റെ മഹാഗുണം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിൽ നീ വന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ,
ഞങ്ങളുടെ ശുശ്രൂഷ നിനക്കരിഞ്ഞു, ഞങ്ങളുടെ നമസ്കാരം പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന ബഹുമാനകരമായിരിക്കണമേ. ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീന ഞങ്ങളുടെ വർഗത്തിന്റെ മേലും താമസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷ ഞങ്ങളോടുകൂടെ ഒരുങ്ങുവാൻ സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനം ഭാഗെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകും. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള പ്രത്യേക നന്ദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അറിയിക്കും. മാറ്റപ്പെടുമ്പോൾ നല്ല ഉറപ്പും ധൈര്യവും വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിലും വേർപാട് തന്നെയാണ് അല്ലേ? നമുക്കൊരു പ്രക്രിയയാണല്ലോ മുഖം മൂടുക. അപ്പൊ മുഖം മൂടുമ്പോൾ പറയുന്നത് അവരങ്ങ് പോയി, എന്നാലും നമ്മളത് പ്രതീകമായിട്ട് വെച്ചിരിക്കുക. ഇനിയും ഈ മുഖം പിന്നീട് നമ്മൾ കാണും. അത് എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലാണ്. വേദനയും കഷ്ടതയും ഒക്കെ യാഥാർത്ഥ്യമാണ്. എന്നാ പ്രത്യാശയും യാഥാർത്ഥ്യമാകുന്നത്. വേദന യാഥാർത്ഥ്യമായതുപോലെ തന്നെയാണ് വേർപാടിന്റെ ദുഃഖം യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെയാണ് വേർപാടിന് ശേഷമുള്ള പ്രത്യാശ. വിശുദ്ധ പൗലോസ് പറയുന്നത് തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നുണ്ട്, ക്രൂശിൽ പ്രശംസിക്കുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നത് റോമർ 5:15 ശേഷമാണ്. അങ്ങനെയല്ല, കഷ്ടതയിലും പ്രശംസിക്കുന്നുണ്ട്. ക്രൂശിലെ പ്രശംസ, ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസ, പിന്നെ കഷ്ടതയിലും പ്രശംസ. അപ്പൊ അതിന്റെ കാരണം എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. അപ്പൊ ആ പ്രത്യാശയെ ഞാൻ കാണുന്നത് രണ്ടായിട്ടാണ്. ഒന്ന്, ഇപ്പൊ എൻ്റെ ഭാര്യയുടെ മരണം. എൻ്റെ ഭാര്യയെ ഉള്ളു പിള്ളേർക്ക് എല്ലാമായിട്ട്. കാരണം അവർ ജനിച്ച സമയം മുതൽ ഇടമുറിയാതെ അവർക്ക് ഓക്സിജൻ കൊടുക്കുകയും
ചെയ്തിട്ട് ഭാര്യ കടന്നു പോയാൽ ഒരു ഡോക്ടർ പോലും പ്രാർത്ഥിച്ചു, കർത്താവേ ഈ അമ്മ ജീവിച്ചെങ്കിലല്ലേ ഈ കുഞ്ഞിനോട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിള്ളേരുടെ അമ്മ അല്ലേ എൻ്റെ ഭാര്യ ജോലി. അതിനുശേഷം ഏറ്റവും അടുത്ത കാര്യം പിള്ളേരെ ഇത് അറിയിക്കാൻ തുടങ്ങി. പിള്ളേരോട് എന്തോ പറഞ്ഞാൽ ആശുപത്രി പോയത്, മക്കളെ മമ്മി പോയേച്ച് സുഖമായിട്ട് ഇത് വരാമെന്നും പറഞ്ഞു. അപ്പൊ ആ അമ്മ മരിച്ചു നമ്മളോട് എങ്ങനെയെന്ന് പറയും. ഇനി മനുഷ്യരില്ലയോ, പിള്ളേരല്ലേ. അത് കേട്ടേച്ച് അവര് അഹാന്ന് പറഞ്ഞു. ഇല്ല കിടന്നു വെപ്രാളൊന്നും ചെയ്യും, ഞങ്ങൾക്ക് ആരാ എന്താന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, പിള്ളേരിടയ്ക്ക് ശ്രദ്ധിക്കുകയും വേറെ ചെയ്യുകയും ഒരാൾ ശബ്ദത്തിൽ ചവിട്ടിയിട്ട് തെന്നിയിട്ട് എൻ്റെ ഭാര്യ മറ്റേ ആളുടെ അടുത്ത് ഏതാണ്ട് ചെയ്യാൻ മ്യൂസിയം കൊടുക്കാൻ പറ്റും. ഇതെല്ലി വീടില്ല, വീഴാൻ തുടങ്ങുന്ന കാണുമ്പോൾ പിള്ളേർ അവരുടെ അസുഖം പറഞ്ഞു അയ്യോ മമ്മി എന്ന് പറഞ്ഞു കയറി പിടിക്കുക. അപ്പം മമ്മിക്കൊന്നും വരരുതെന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം ആ പിള്ളേരോട് എങ്ങനെയാണ് അമ്മ മരിച്ചു എന്ന് പറയുന്നത്? അപ്പം പറയാതിരിക്കാൻ നോക്കൂ. എപ്പോഴാണ് പറയേണ്ടത്? മോർച്ചറിയിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ശവശരീരം ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ നോക്കുമോ? ഇന്നത്തെ കാലം. അപ്പം പിന്നെ എല്ലാം റെഡിയാക്കി മോർച്ചറിയിലോട്ട് കൊണ്ടുപോകാൻ ഐസിയിൽ തന്നെ വെച്ചിട്ട് ഞാൻ എല്ലാവരും വാർഡിൽ തന്നെ കിടപ്പുണ്ട്. കാരണം വേറെ ആരും ഇല്ലെന്നോ, ഞാൻ കണ്ടുപിടിനെ നോക്കണ്ടേ. ഞാൻ ചെന്ന് പറഞ്ഞു, മക്കളെ നമ്മുടെ മമ്മിയെ കർത്താവപ്പച്ചനങ്ങ് വിളിച്ചു, കർത്താവപ്പച്ചൻ്റെ അടുത്ത് പോയി. ഇനി നമ്മൾ മമ്മിയെ കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ അപ്പോഴേ അവർക്ക് മനസ്സിലായി മരണം നടന്നു. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. ഇപ്പൊ മൂത്ത മോൻ പറയുക മമ്മിക്ക് അതാ നല്ലതെന്ന് ദൈവം കണ്ടു കാണും, അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പൊ ഇളയാള് വന്നോട് ചേർന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ബഹളവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതെങ്ങനെ അവർക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം അതിന് കൃപ കൊടുത്തു. ദൈവം അത് കൃപ കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അനേകര് പ്രാർത്ഥിച്ചു. അവരെന്തുവാ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഡോക്ടർ പോലും പ്രാർത്ഥിച്ചത് ഈ അമ്മയുടെ ആയുസ് നീട്ടിക്കൊടുക്കണേ. എന്നാൽ ആ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവിൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്തത് ഭേദപ്പെടുത്തി. പിതാവേ, അവൾ 56 വർഷമേ ജീവിച്ചുള്ളെങ്കിലും 100 വർഷത്തെ ജോലി ചെയ്തു ജോലിയാതെ പണിയല്ല, ഇനി അവർക്ക് സ്വസ്ഥതയാ വേണ്ടിയത്. ഇവരൊക്കെ ആയുസ് നീട്ടാൻ പ്രാർത്ഥിച്ചാലും ഇതാവത് ഞങ്ങള് വായിച്ച് എല്ലാവരും എന്തുപേരും ഒക്കെ പറയണം. പിള്ളേരെല്ലാവരും ഞാനും എൻ്റെ ഭാര്യയെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനും പിള്ളേരും കൂടെ. അപ്പോഴേ ഞാൻ ചോദിച്ചു, മക്കളെ മമ്മി പോയിട്ട് ഇപ്പം 6 മാസമായല്ലോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ പറയുക ഷോ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്, മമ്മി എന്നൊരാൾ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം അതുപോലെ അവർക്ക് സ്വീകരിക്കാനും ഒക്കെ ദൈവം കൊടുത്തു. ഇപ്പം ജോണി അവിടെ നിന്ന് എഴുതുക, അവിടെ എഴുതാൻ വലിയ ഇഷ്ടമാണ്. പുസ്തകങ്ങളൊക്കെ ഒത്തിരി 3 എണ്ണം എഴുതിയിട്ടുണ്ട്. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ട് വരും. എന്തുവാടാ നീ എഴുതുന്നത്? ഓ, അത് ഞാൻ ഈ വാക്യത്തിനകത്ത് ഇച്ചിരി വ്യത്യാസം വരുത്തി നോക്കുകയിൽ എഴുതുന്നത്. എന്തുവാ? ആകാശത്തിലെ പറവകളെ നോക്കുക എന്നുള്ളതിന് പകരം
അവൻ എഴുതി വെച്ചു, ജോണിയൻ ബ്രോണിയെന്നോ രോഗികളായ കുട്ടികളുടെ പേര്. ജോണിയൻ ബ്രോണിയൻ നോക്കുവേൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല, ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല, ജോലി ചെയ്യുന്നില്ല, പിന്നെ അവര് ഉന്നത വിദ്യാഭ്യാസത്തിന് എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുന്നില്ല, അതിനവർക്ക് കഴിയില്ല. എന്നാലോ സ്വർഗത്തിലെ ദൈവം അവരുടെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്നു. അതൊരു പ്രത്യാശ ഏത് ഈ ലോകത്തിൽ. പക്ഷെ അതുകൊണ്ട് നിൽക്കുന്നില്ല, അതല്ല ഈ ലോകത്തിലെ പ്രത്യാശ. എന്നാൽ ആ കുഴിമാടത്തിനകത്തോട്ട് ശവശരീരം വയ്ക്കുമ്പോൾ വേദനയാണെങ്കിലും അവിടുത്തെ പ്രത്യാശ. അപ്പൊ ആദ്യം എൻ്റെ ഭാര്യയുടെ ശവശരീരം ഞാനാ മോളം കൂടിയത്, ഞാനും മോളും കൂടാ കല്ലറയ്ക്കകത്തോട്ട് വെച്ചു. അത് കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ശവശരീരം പെട്ടെന്ന് മരണമാണ്, അപ്പച്ചനെ നോക്കി. അപ്പം അമ്മച്ചിയുടെ ശവശരീരം അത് കഴിഞ്ഞ് 79 ദിവസമേ ആയുള്ളൂ അപ്പച്ചൻ്റെ മരണം. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഇളയ മകൻ്റെ ശവശരീരം. അത് കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ ജോണി മരിച്ചു. അപ്പം 5 പേരാണ്. അപ്പം 5 പേരുടെ ശവസംസ്കാര ശുശ്രൂഷയും അതൊരു വേർപാടിൻ്റെ അനുഭവമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ശവസംസ്കാര ശുശ്രൂഷകള് മുമ്പേ പറഞ്ഞ പ്രത്യാശയുടെ ആ യഥാർത്ഥത്തിലുള്ള പ്രത്യാശ, ഭംഗം വരാത്ത പ്രത്യാശ, യേശുവിലുള്ള പ്രത്യാശയുടെ ഉറപ്പിന്റെ ആഘോഷം. നല്ല ഉറപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ്? ഒരുപാടത്തിന് പുറത്തെ ഉറപ്പ്. ആ ഉറപ്പ് ഞാനിപ്പം ജെസിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന പുസ്തകത്തിനകത്തുണ്ട്. അത് എന്താ പുസ്തകത്തിന്റെ പേര്? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഞാൻ അത് ഡൽഹി റിലീസ് ചെയ്തു. ജീവിത സായാഹ്നം ശോഭനമാണ്. എന്നുവെച്ചാൽ നമ്മളെ പോലെ വയസ്സന്മാർക്കുള്ള 4 ഭാഗങ്ങളാണ്. അതില് ആദ്യത്തെ ഭാഗത്താ വയസ്സന്മാർക്ക് അവസാനം വരെ എന്തെങ്കിലും ചെയ്യാം, കട്ടിലെ കിടന്നാലും ചെയ്യാം. രണ്ടാമത്തേത് നമ്മൾ ഒരുങ്ങേണ്ടതാണ്. എങ്ങനെയാ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്, എങ്ങനെ മരിക്കാമെന്ന് നല്ലതുപോലെ അറിയാമെങ്കിലേ എങ്ങനെ ജീവിക്കാമെന്ന് നല്ലതുപോലെ അറിയാൻ കഴിയത്തുള്ളതാണ്. അപ്പം ഹൗ ടു ഫേസ് ഡെത്ത്, അതാണ് രണ്ടാമത്തെ. 3-ാമത്തെ ഭാഗമാണ് മരണശേഷം എന്ത്, മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണോ, അങ്ങനെയുള്ള കുറേ അധ്യായങ്ങൾ. അപ്പം അതിനകത്ത് ആ മരണാനന്തരത്തെ കുറിച്ചുള്ള വിവരണമല്ല, ഉറപ്പാണ്. ഇപ്പം അത് മതിയല്ലോ. യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞു തന്നാലും അറിയാനുള്ള ശേഷി നമ്മുടെ തലച്ചോറിനുണ്ടോ? ഇല്ല. ഓരോരുത്തരൊക്കെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് ഭാഗികമായിട്ടേ അറിയുന്നു. ഏറ്റവും നന്നായിട്ട് അറിയുന്ന സമയം വരും, ഇതിനെ ബെസ്റ്റായിട്ട് അറിഞ്ഞോളൂ. പക്ഷെ ഇപ്പോൾ വേണ്ടിയത് എന്താണ്? ഉറപ്പാണ്. ആ ഉറപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? യേശുവിലൂടെയുള്ള ഉറപ്പ്, യേശുവിലുള്ള പ്രത്യാശയുടെ ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി വെച്ച് ഒരാൾ ചോദിച്ചു, സാറേ അവസാനം നമ്മൾ എവിടെ ചെന്ന് വീഴുമെന്ന് എങ്ങനെ അറിയുന്നത്? ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും അറിയാം. നമ്മൾ ഏത് ദിശയിലോട്ടാ ഓരോ ദിവസവും ചൂട് വെക്കുന്നത്, ചൂട് വെച്ച് അവസാനം നരകത്തിൽ പോയി വീഴുക കേട്ടോ, അതോ മറ്റേ ദിശയിലാണോ? രണ്ടല്ലേ. എന്തുവാ? നാശത്തിന്റെ വഴി വിശാലമായത്, ജീവന്റെ വഴി ഇടുങ്ങിയത്. അപ്പൊ ഏത് വഴിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഓരോ ദിവസത്തേക്ക്? അപ്പം കുഴപ്പമൊന്നും കൂടാതെ ഉടുപ്പഴ അടുക്ക് വരളാതെ സുവിശേഷവേല ചെയ്യാമെന്ന് പറയുന്നത് ചിലപ്പം വീതിയുള്ള വാതല. എന്നെ ഒരിച്ചിരി എന്തെങ്കിലും അയ്യോ എന്തായി മരണം, എന്തായി ഇപ്പൊ ഈ രോഗം, എന്തായി വേദന എന്നൊക്കെ പറയുന്നതൊക്കെ വിസ്താരമേറിയ വഴി അങ്ങ് തെരഞ്ഞെടുക്കുക. കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴിയുടെ പേരാണ് ക്രൂശിന്റെ മാർഗ്ഗം. അതുള്ളത് കൊണ്ട് ആ ക്രൂശ് വിളിച്ചറിയിക്കുന്നത് നമ്മൾ ഈ കഷ്ടതയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കഷ്ടതയിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഇപ്പോഴേ പ്രിയപ്പെട്ട പിതാവ് അപ്പച്ചൻ കടന്നു പോകുന്ന, അല്ലെ മക്കള് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന കഷ്ടതയുടെ അനുഭവം, അല്ലെ വേർപാടിന്റെ അനുഭവത്തിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നവനല്ല കർത്താവ്. നമ്മുടെ അടുത്തുണ്ട്.
അപ്പൊ അതിന് മാറി നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ആ ക്രൂശ്. ആ ക്രൂശ് നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരാജയപ്പെട്ടു, മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന്. മരണത്തിന്റെ ശക്തിമേ നമ്മുടെ മേൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർക്ക് മരണം പുതു ജീവിതത്തിന്റെ ഒരു ഉദയമാണ്. അതിനകത്തോട്ട് പ്രവേശിക്കുക. അതിൻ്റെ ഉറപ്പ് എന്താണ്? അങ്ങനെ ചെയ്തതുമില്ലല്ലോ. അതുകൊണ്ട് മരണമെന്ന തിരശ്ശീലയ്ക്കകത്തൂടെ നല്ലൊരു പാതയാണ് കർത്താവ്. എന്നിട്ട് ആ പാത ഒരുക്കിയ ആള് പറയുവാണ്, ഞാൻ തന്നെ വഴിയാകുന്നു പോകാനും. ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞ് മരണമെന്ന തിരശ്ശീലയ്ക്കകത്തൂടെ വഴി ഒരുക്കിയത് കൊണ്ട് ഉറപ്പോട് അതുകൊണ്ടാണ് നമ്മൾ ധൈര്യപ്പെടുന്നത്. എല്ലാവർക്കും വായിക്കാം. ഇവിടെ കിട്ടുന്നതായതുകൊണ്ട് വേണേൽ രണ്ടരയ്ക്ക് കൊണ്ടുപോയി കൂട്ടുകാർക്ക് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഞാൻ റിലീസ് ചെയ്തതേ ഉള്ളൂ ഡൽഹിയിൽ ഓരോ സിനിമ. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അതെ, അത് രാവിലെ ഇതിലേക്ക് പോകാൻ ഏറ്റവും പറ്റിയ പുയപ്പള്ളി പുയപ്പള്ളി ടു കൊട്ടാരക്കര അവിടുന്ന് 19 കിലോമീറ്റർ ആണ്. ശരി. അപ്പൊ ഞാൻ 4-ാം തീയതി വരുന്നവരുടെ കൊട്ടാരക്കര എളുപ്പം നല്ല റോഡ്, ട്രിവാൻഡ്രത്തു നിന്ന് വന്നതുകൊണ്ടാണ് ആയിരം പോകേണ്ട കാര്യം. കൊട്ടാരക്കരയിൽ നിന്ന് ജനുവരി 4-ാം തീയതി 12 കിലോമീറ്റർ. ഒരു ദിവസമേ ഉള്ളൂ. ആ സമയം ജനുവരി ഒക്കെ എല്ലാ ദിവസവും കൺവെൻഷൻ ഒരു ദിവസമേ കൊടുക്കണ്ടേ. ശനിയാഴ്ചയാണ്. ശനിയാഴ്ച തിങ്കളാഴ്ചയാണ് അപ്പോൾ തിങ്കൾ 4 തിങ്കളായി ജനുവരി. അപ്പച്ചൻ ഇവിടെ തെരേസാണ് ഇവിടെ വലിയ ഉണർവ് യോഗം സ്റ്റേജിലാണ് സാറിന് ജനിക്കാൻ പോകുന്നത്. അങ്ങനെ അതൊരു വലിയ പ്രത്യേകത. അന്ന് നമ്മളാരും പറഞ്ഞില്ല. പിന്നെ ഒരു ശനിയാഴ്ച അപ്പോൾ കുറെ ആൾക്കാരൊക്കെ നല്ല തലമുറയായി ഞങ്ങൾക്ക് സങ്കേതമായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറയിലും ഞങ്ങൾക്ക് അങ്ങേ അറിയാൻ ഭാഗ്യം തന്നവനെ ഞങ്ങൾ നന്ദിയോട് സ്തോത്രിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരികയും വിശ്വാസം ഇല്ലാത്തടത്ത് വിശ്വാസത്തെ തുടങ്ങി തരുന്നവനും ആ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതിനുമായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യബുദ്ധിക്ക് അതീതമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരുന്ന വലിയവനായ ദൈവം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവേ, അഖിലാണ്ടത്തിന്റെ ഒരു കോണ് പോലും ഞങ്ങൾ അറിയുന്നില്ലല്ലോ, എന്നാൽ അതിന്റെ ഉടയവനെ അറിയുവാൻ സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിന്റെ പ്രയാസം, രോഗം, ഇതിന്റെ എല്ലാം മധ്യത്തിലും ഈ താൽക്കാലിക കാലത്ത് വെളിപ്പെടുവാൻ ഞങ്ങൾക്ക് മുമ്പിലുള്ള തേജസ്സോർത്ത ഇത് സാരമില്ല എന്നെണ്ണുവാൻ വന്നിരിക്കാൻ സ്തുതിക്കുന്നു.
ആ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിച്ചുകൊണ്ട് സ്തോത്രം പറയുവാൻ ഞങ്ങൾക്ക് തന്ന പദവിക്കായി കർത്താവേ, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, സ്നേഹമുള്ളത് കൊണ്ട് വേർപാടിന്റെ ദുഃഖവുമുണ്ട്. എന്നാൽ ആ ദുഃഖത്തെ കവിയുന്ന പ്രത്യാശ തന്നിരിക്കുന്നത് ആ ദുഃഖത്തിന്റെ മധ്യത്തിൽ സർവാശ്വാസങ്ങളുടെ ദൈവമായി അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് കൊണ്ടും ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. കർത്താവേ, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ധൈര്യപ്പെട്ടുകൊണ്ട് സ്തോത്രം പറയുക. പ്രിയപ്പെട്ട മാതാവിന്റെ ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. 68 വർഷക്കാലത്തെ ജീവിതം കർത്താവെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവൾ വേല തികച്ചു.